നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതേപോലെ പ്രാർത്ഥിക്കാനും പരസ്പരം കാര്യങ്ങൾ പറയാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും സഹായിക്കാനും ഒക്കെ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒത്തുകൂടുന്നത്? നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങൾ ആഴ്ചയിൽ ഇതേപോലെ ഏത് ദിവസമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ സഹായിക്കാനോ സക്കാത്ത് കൊടുക്കാനോ ദശാംശം ഇരിക്കാനോ പുതിയ സ്കൂളും കോളേജും വേണോ എന്ന് പറയാനോ നിങ്ങളുടെ ഈ ഹിന്ദു സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസവും ഒരുമിച്ച് കൂടാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊരു ഇടമോ സമയമോ ഒന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാർ, ഞങ്ങളുടെ ഇടയിലുള്ള ഹാർഡ് ലൈനേഴ്സ്, ഞങ്ങളുടെ ഇടയിലുള്ള റാഡിക്കൽസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ കടുപ്പമേറിയ നിലപാടെടുക്കുന്നവർക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം, എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും വേണം. ആ അപ്പുറത്തുള്ള ശത്രു വിഘടിച്ച് കിടക്കുന്ന ഞങ്ങളെ നായരായി, നമ്പൂതിരിയായി, ധീവരനായി, വെള്ളാളനായി, ഈഴവനായി, പുലയനായി, അമ്പലവാസിയായി, ആദിവാസിയായി, ക്ഷത്രിയനായി, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളായി വിഘടിച്ച് കിടക്കുന്ന ഞങ്ങളെ ഒന്നിപ്പിക്കാൻ അപ്പുറത്തൊരു ഇല്ലാത്ത ശത്രുവിനെ കാണിച്ച് അവൻ വന്ന് ഞങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, സ്ഥലം തട്ടിക്കൊണ്ടുപോകുന്നു, തുപ്പിയിട്ടാണ് ആഹാരം തരുന്നത്, ലവ് ജിഹാദ് നടക്കുന്നു, കേരള സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് ആണ് എന്ന് പറഞ്ഞ് മറുഭാഗത്തില്ലാത്തൊരു ശത്രുവിനെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിങ്ങൾ കാണും. അത് മലപ്പുറമായി വരാം, അത് കർണാടകത്തിലെ പ്രശ്നമായിട്ട് വരാം, അത് വഖഫ് ബോർഡായിട്ട് വരാം, അത് മദ്രസകൾക്കെതിരെയുള്ള സാധനമായിട്ട് വരാം. അതിന്റെ ഏറ്റവും ഭരണഘടനാ മുഖംമൂടി ഇട്ട് നിൽക്കുന്ന സാധനത്തിന്റെ പേരാണ് യൂണിഫോം സിവിൽ കോഡ്. പക്ഷേ അതിന് ഒരുപാട് വ്യത്യസ്ത രീതിയിൽ തുള്ളിമരുന്ന് കലക്കി തരുന്നു എന്ന് പറയുന്ന രീതിയിൽ വരാം. ഇത് വരുന്നത് മുസ്ലിങ്ങൾ കാരണമല്ല, ഇത് വരുന്നത് ഞങ്ങളുടെ ഒരു ആഴമേറിയ ആത്മീയ ശൂന്യതയെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരനോട് ചോദിച്ചു നോക്കണം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെയാണ്, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ്, നമ്മൾ ഹിന്ദുക്കൾക്ക് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ സംസാരിക്കാനൊക്കെ അറിയുന്ന നല്ല പ്രഭാഷകരായ ഹിന്ദുക്കൾ പറയും. ഞാനിങ്ങനെ പല ഹിന്ദു വേദികളിലും പോയി സംസാരിക്കുന്ന വ്യക്തിയാണ്, NSSന്റെ SNDPയുടെ അടക്കമുള്ള വേദികളിൽ പോയി സംസാരിക്കുന്ന ഞങ്ങളുടെ ആള് പറയും, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിന് സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിന് സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന് സമൂഹത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ തെള്ള് കാരണമാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും. തെള്ളെന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് അറിയില്ല. തെള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അർത്ഥമില്ലാതെ ഡയലോഗ് അടിക്കുക, അർത്ഥശൂന്യമായ വലിയ വലിയ കാര്യങ്ങൾ പറയുക എന്നാണ് തെള്ള് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ തകർച്ചയും തളർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് മറുഭാഗത്തൊരു ശത്രുവിനെ വേണം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് നേരിട്ട് അഡ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിച്ച സാധാരണക്കാർക്ക്